മഹാനരായ ഗൗസുൽ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് തങ്ങളൊരിക്കൽ പറയുകയുണ്ടായി, ഒരു മനുഷ്യൻ നന്നാവാനുള്ള മാർഗങ്ങൾ, 2 മാർഗങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി. അതിൽ ഒന്നാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും സ്വീകരിക്കുക. കാര്യങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. രണ്ടാമതായി ഗൗസുൽ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് മഹാന്മാരായ സ്വാലിഹീങ്ങളെ സന്ദർശിക്കുക, അവരെ സ്നേഹം വെക്കുക. മഹാന്മാരായ സ്വാലിഹീങ്ങളായ ആളുകളെ സ്നേഹിക്കുക, അവരെ മഹബത്ത് വെക്കുക, അവരെ സന്ദർശിക്കുക. ഈ 2 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ, ആത്മാവിനെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ, ആത്മാവിനെ പ്രകാശപൂരിതമാക്കാൻ സാധിക്കുന്ന 2 കാര്യങ്ങളാണ്. ഇതാര് ചെയ്താലും അവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതുമാണെന്ന് ഗൗസുൽ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ. ഇതുകൊണ്ടാണ് നമ്മുടെ സമകാലികരായ നമ്മുടെ തൊട്ട് മുൻഗാമികളും അതിന്റെ മുൻഗാമികളൊക്കെ ആയ നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തുമുള്ള ധാരാളം മൗലിയാക്കളുടെ, മഹാന്മാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ അജ്മീർ ഖാജ തങ്ങളുടെ, മഹദബൂർ സീമുലുല്ലാഹി തങ്ങളുടെ, ചപ്പനങ്ങാട് ബാപ്പും സിയർ പാപ്പാന്റെ, അതുപോലെ തുടങ്ങിയിട്ടുള്ള ആലുവായി അബൂബക്കർ മുസ്ലിയാർ, ചക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയിട്ടുള്ള നിരവധി ഔലിയാക്കന്മാരെ, സൂഫിയാക്കളെ ചരിത്രം എടുത്തു നോക്കിയാൽ അവർ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിച്ചു, ഹബീബായ തങ്ങൾ പറഞ്ഞ കാര്യങ്ങളും സ്വീകരിച്ചു. പിന്നീട് അവർ നിരവധി ഔലിയാക്കന്മാരെ, ഹയാത്തും വഫാത്തുമുള്ളതായ ഔലിയാക്കന്മാരെ സന്ദർശിച്ചതായിട്ട് ചരിത്രത്തിൽ കാണാം. ശംസുൽ ഉലമ ഉണ്ടാക്കിയ ഖാജപ്പാപ്പാന്റെ മൗലിദ് കിതാബിൽ നമുക്ക് കാണാം, ഖാജപ്പാപ്പ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഹയാത്തുള്ളതും വഫാത്തുള്ളതുമായ അനേകം മൗലിയാക്കന്മാരിൽ പ്രധാനപ്പെട്ടവരെ മാത്രം മൗലിദ് കിതാബിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്തതുമായ നിരവധി മഹാന്മാരെ അജ്മീർ ഖാജ തങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് പാപ്പ ഇന്ത്യയിലേക്ക് വന്ന് നമുക്ക് കാണാം. ഈ ഔലിയാക്കന്മാർക്കൊക്കെ ഒരു മൂലയിലിരുന്ന ഒരു സ്ഥലത്തിരുന്ന് വെറും അല്ലാഹ് എന്നുള്ള ദിക്റോ മറ്റോ മാത്രം ചൊല്ലിയാൽ മതിയായിരുന്നു. പക്ഷെ അത് ചെല്ലണം, അതിൻ്റെ കൂടെ തന്നെ സാലിഹീങ്ങളെ സന്ദർശിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ ആത്മാവിനെ നന്നാക്കാൻ, ഒരു മനുഷ്യന്റെ ആത്മാവിനെ പ്രകാശപൂരിതമാക്കാനുള്ള ഒരു കാരണം കൂടിയാണ്. അതുകൊണ്ടാണ് അവരൊക്കെ നിരവധി ഔലിയാക്കന്മാരെ, ഹയാത്തിലുള്ള ഔലിയാക്കന്മാരെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ കാലഘട്ടത്തിലൊക്കെ വളരെ പ്രയാസമായിരിക്കും ചിലപ്പോൾ കണ്ടെത്താൻ സാധിക്കുക. ഞങ്ങനെ കണ്ടെത്തിയാൽ തന്നെ വലിയ മസ്താന്മാരോ മറ്റോ ഒക്കെ ആയിരിക്കും. അവർ നമ്മളെ കൊണ്ടൊന്നും വല്ലാതെ സംസാരിക്കാതെ ഒഴിഞ്ഞു മാറിക്കിടക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെ വന്നാലോ ബഹുമാനപ്പെട്ടവരെന്നെ അതിന് പരിഹാരം പറഞ്ഞിട്ട് വഫാത്തായ ഔലിയാക്കന്മാരെ സിയാറത്ത് ചെയ്യുക. നിരവധി ഔലിയാക്കന്മാരെ നമ്മുടെ നാട്ടിലെ മമ്പുറത്ത്, പൊന്നാനിയിൽ തുടങ്ങിയിട്ടുള്ള നിരവധി മക്ബറകളുണ്ട്. ആ മക്ബറകൾ അവരെ സന്ദർശിച്ചുകൊണ്ടിരിക്കുക. ഈ 2 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ആത്മാവ് നന്നാകാൻ, ആത്മാവ് പ്രകാശപൂരിതമാകാൻ കാരണമാകുന്ന, അള്ളാഹുവിന്റെ അരികിൽ വലിയ സ്ഥാനം കരസ്ഥമാക്കാൻ